ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പണി കിട്ടിയാണ്. അങ്ങനെ ഞാനാക്കണ നമ്മളെ പണിക്കിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇടവണ്ണങ്ങാടിയിലാക്കണ വന്ന് നിന്നപ്പോൾ ബാക്കിൽ കുറച്ചാക്കണ ആൾക്കാർ നിൽക്കുന്നുണ്ട്. സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരൊക്കെ ഉണ്ട്. അവരെ കണ്ടിട്ടാക്കണ പണിക്ക് പോവുകയാണ്. അങ്ങനെ ആക്കണ ഇടവണ്ണങ്ങാടിയിൽ നിന്ന് ബസ് കയറി മഞ്ചേരി അങ്ങാടിയിലെത്തി. അവിടെ നിന്ന് ആക്കണ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചായ പീടിക കയറി. കാക്കാക്കണ നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കി തന്ന് നല്ലൊരു ഉണ്ടയും വാങ്ങി. അത് കുടിച്ചിട്ടാക്കണം എൻ്റെ ചങ്ങാനെ വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല അടിപൊളി ഉണ്ടെന്ന് പറഞ്ഞാൽ പൊരിപ്പ് സാധനം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിനകണ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടത്. ഇനിയിപ്പോൾ അങ്ങനെ വരണത് കൊടും വേനലാണ്. പക്ഷെ എന്തേ ഇവരൊക്കെ ചെയ്യുക? ഇപ്പോൾ അങ്ങനെ ഇവരൊക്കെ മനസ്സിലെന്തേ കരാറ് നാളെ ഇവിടെ വെള്ളം ഉണ്ടാവുന്നു. ഞാനാകണം എൻ്റെ ആ തണ്ണീർ കൂടം അതങ്ങോട്ട് ആലോചിച്ചു. ഈ ഒരു കാഴ്ചക്കാകണ് ആരെയും കണ്ടാൽ, ഒരു മനുഷ്യൻ കണ്ടാൽ തിരിഞ്ഞു നോക്കൂല ആ ഒരു ഭാഗത്തേക്ക്. നമുക്കങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുക? വിഷമിക്കല്ല എന്താ? ആ ഒരു ജീവനാകണം നിലനിർത്താൻ ആ ഒരു ഓത്തിൽ നിന്ന് വെള്ളം കുടിക്കേണ്ടി വന്നു. നിലനിർത്തുക, എവിടെ നിന്നും വെള്ളം കിട്ടണ്ടേ? അതാ ഓത്തിൽ നിന്നാണ് കുടിക്കണത്. ഒരു കാര്യം പറയാം, എനിക്കിതൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു നായ്ക്ക് വെള്ളം കൊടുത്ത അതിനങ്ങനെ പ്രതികരിക്കാനാക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തിനെങ്ങനെ വെച്ച് വളർത്തണമെന്ന് ചോദിച്ചാണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങാത്തത്. വേനലാണ്, നമ്മളാകണ ഓരോ മനുഷ്യനും ദാഹിക്കും ഒരു നേരമെങ്കിലും. അത് മൃഗമായാലും പക്ഷിയായാലും മരമായാലും മനുഷ്യനായാലും. സത്യം പറഞ്ഞാലാകണ ആ രാവിലത്തെ ഒരു കാഴ്ച അതിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ സ്കൂളൊക്കെ പൂട്ടിയിട്ടങ്ങനെ കുട്ടികൾ കളിക്കുകയാണ്. ഇനി കുട്ടികളെ ദിനമല്ലേ. അങ്ങനെ അങ്ങനെ വൈകുന്നേരമായി. പണി തരുന്നതിന് ശേഷം എൻ്റെ ചെങ്ങായിക്കണ സിനിമ കാണാൻ പോവാണ്. അവൻ ടിക്കറ്റ് എടുത്തുന്നത്. ടിക്കറ്റൊന്നുമില്ല. അങ്ങനെ വെറുതെ അവൻ്റെ ഒപ്പം പോയി വയ്ക്കുകയാണ്. എനിക്ക് വീട്ടിലും പോരണം, സമയം വൈകാനും പാടില്ലല്ലോ. പോയതാക്കണ നേരെ മഞ്ചേരി കൈരളി തിയേറ്റർ. ഞാൻ കണ്ടിട്ടില്ല. പോയപ്പോൾ ആക്കണ നല്ല തിരക്കും തിയേറ്ററിൽ. എന്തായാലും നല്ല റെസ്പോൺസൊക്കെ കിട്ടി. എന്തായാലും രണ്ട് ചങ്ങന്മാരാക്കണ ഒരു കയറിയിട്ടുണ്ട് തിയേറ്ററിൽ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്തായാലും ആക്കണ ഞാനാക്കണ സിനിമ ഒന്നും കാണാൻ നിന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് പോന്നു. എന്തായാലും കുറേ ഫാമിലി കയറുന്നുണ്ട്. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്നാക്കണ ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടിയപ്പോൾ ആക്കണ സിനിമ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ സിനിമയാണ്. എന്തായാലും ഒന്നേറെ ആക്കണ ക്യാഷില്ല കയ്യിൽ, അതുകൊണ്ട് കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ അങ്ങനെ ഒരുപാട് ആൾക്കാർ കയറണ കൈരളി തിയേറ്ററിൽ നിന്നാക്കണ ഞാനവിടെ മടങ്ങുകയാണ്. ഇതാകണം മഞ്ചേരി കൈരളി തിയേറ്റർ. ഡോൾബി അറ്റ്മോസാണ്. 2 സ്ക്രീൻ ഉണ്ട് ഇതിൽ. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി തിയേറ്ററാണ്. നേരാണ് കളിക്കണത്. നേരാണെങ്കിൽ സിനിമ കളിക്കണ നേരാണെങ്കിൽ വിജയിക്കട്ടെ.
ഈ ഒരു കാഴ്ച കണ്ടിട്ട് മനസ്സ് നിറഞ്ഞിട്ടുള്ളൊരു വരവ്. വീട്ടിൽ വന്നപ്പോൾ ആണ് നല്ല അടിപൊളി ഒരു കൂട്ടാനും നല്ല പപ്പടം, പിന്നെന്താ പറയുക, നല്ല അടിപൊളി ഒരു കറി അമ്മ ഉണ്ടാക്കിയാണ്ട് വെച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല. ഞാനാകണ നമ്മുടെ കോഴീൻ്റെ 2 മുട്ട അങ്ങോട്ട് എടുത്തിട്ടാകണ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. നല്ല അടിപൊളി ഒരു അസൽ ഓംപ്ലേറ്റ്. കളിങ്ങി കോഴികളുണ്ടുമ്പോ കാട്ടുന്നുണ്ട് കേടല്ല. അതെ, ഞാനാകണ നമ്മുടെ വീട്ടിൽ വന്നിട്ടാക്കണ ഇപ്പം ചോറിനുള്ള ഓംപ്ലേറ്റ് ആക്കണ പാചകം ചെയ്യാണ്. എന്തായാലും വേണ്ടില്ല, കാണാതെ പോകുന്ന സിനിമ എനിക്ക് പിന്നെ കാണാൻ തോന്നി. എന്തായാലും ആകണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ നല്ല സിനിമ, അതിൻ്റെ ഒരു റെസ്പോൺസ്, അതിൻ്റെ ഒരു കമൻറ്റ് എന്തായാലും ആക്കണം ഈ വീഡിയോയിൽ വിടണം. ആ ഒരു സിനിമ എങ്ങനെയാണ്, എന്താണ്, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ നോക്കി. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ കുഞ്ഞു ടിപ്സ് ആക്കണേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നേരായ വഴിയിലൂടെ, നേരായിട്ട്. അപ്പോൾ വീണ്ടും കാണാം.